നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ പേപ്പർ മില്ലിന്റെ ഭൂമി തട്ടിയെടുത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കൈമാറാൻ കൂട്ടുനിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ലക്സ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചവിട്ടിപ്പൊളിച്ചു. സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് രണ്ടു തട്ടിൽ. ഫ്ലക്സിന്റെ ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തില്ല. ഫ്ലക്സ് കീറിയതോടെ ഭൂമി തട്ടിപ്പ് ആരോപണം KPCC ഭാരവാഹിക്കെതിരെ മാത്രമായി ഒതുങ്ങിയെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് തലയുരാൻ അവസരമൊരുങ്ങിയെന്നും യൂത്ത് കോൺഗ്രസ്. കോടതിയുടെ ഇടപെടൽ മൂലമാണ് +2 അധിക ബാച്ചുകളുടെ കാര്യം അനിശ്ചിതത്വത്തിലായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. അടുത്ത വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി. കാറിലെത്തിയ സംഘം വീട്ടമ്മയെ ആക്രമിച്ചതായി പരാതി. തടയാനെത്തിയ അയൽവാസികളെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ പരിധിയെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം മൂലം കൊട്ടാരക്കര പോലീസ് കേസെടുക്കാൻ വൈകിയതായി ആരോപണം. കുടുംബത്തിനു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം തുടരുന്നു. പുനലൂർ പേപ്പർ മില്ലിന്റെ ഭൂമി തട്ടിയെടുത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കൈമാറാൻ കൂട്ടുനിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുനലൂരിൽ സ്ഥാപിച്ച ഫ്ലക്സ് യൂത്ത് കോൺഗ്രസ് തന്നെ ചവിട്ടിപ്പൊളിച്ചു. വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് രണ്ട് തട്ടിലായിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. പേപ്പർ മില്ലിന്റെ ഭൂമി വിൽക്കാൻ കൂട്ടുനിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളെ ഒറ്റപ്പെടുത്തുക, കല്ലുമല കാഞ്ഞിരമല നിവാസികൾക്ക് പട്ടയം നൽകുക, സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പേപ്പർ മിൽ സ്വന്തമാക്കിയ ഭൂമാഫിയ മാനേജ്മെന്റിന്റെ മുഖംമൂടി വലിച്ചു കീറുക തുടങ്ങിയവയാണ് ഫ്ലക്സിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഫ്ലക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസിൽ കഴിഞ്ഞ 2 ദിവസമായി ചർച്ചാ വിഷയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ യൂത്ത് കോൺഗ്രസ് പുനലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ വർഗീസിന്റെ നേതൃത്വത്തിൽ ഫ്ലക്സ് ചവിട്ടിപ്പൊളിച്ചത്. ഇതോടെ സംഭവം വിവാദമായി. ഭൂമി വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്ന മാനേജ്മെന്റിനെ സഹായിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്ന് ഫ്ലക്സിൽ പറഞ്ഞിരിക്കുന്നത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയും KPCC ഭാരവാഹിയെയും കുറിച്ചാണെന്ന് യൂത്ത് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കോടികളുടെ തട്ടിപ്പിനാണ് ഇവർ കൂട്ടുനിൽക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു. അതേസമയം ഫ്ലക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ചവിട്ടിപ്പൊളിച്ചതോടെ ഈ വിഷയത്തിലെ ഗ്രൂപ്പ് പോര് പുറത്തുവന്നു. ഫ്ലക്സിൽ സൂചിപ്പിച്ചിരിക്കുന്ന KPCC ഭാരവാഹിയുടെ നിർദ്ദേശപ്രകാരമാണ് ബോർഡ് നശിപ്പിക്കപ്പെട്ടതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഇതോടെ ഈ നേതാവിന് പേപ്പർ മിൽ ഭൂമാഫിയയുമായുള്ള ബന്ധം വ്യക്തമായതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അറിവോടെയാണ് പുനലൂരിൽ ഫ്ലക്സ് സ്ഥാപിച്ചതെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ഫ്ലക്സ് നശിപ്പിക്കപ്പെട്ടതോടെ സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറുകയാണ്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സിൽ യൂത്ത് കോൺഗ്രസ് പുനലൂർ എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മണ്ഡലം കമ്മിറ്റികളുടെയോ ബ്ലോക്ക് കമ്മിറ്റിയുടെയോ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയോ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ ഫ്ലക്സിന്റെ ഉത്തരവാദിത്തം സംഘടനയ്ക്ക് ഏറ്റെടുക്കാനാവില്ലെന്ന് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ഈ നിലപാട് പാർട്ടിയിൽ ചർച്ചയായതിനെ തുടർന്ന് ഫ്ലക്സ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ വർഗീസിന്റെ നേതൃത്വത്തിൽ പരസ്യമായി എടുത്തുമാറ്റുകയാണ് ഉണ്ടായതെന്ന് നിയോജക മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അലൻ JP കൂടാരത്തിൽ ഫ്ലക്സ് ചവിട്ടിപ്പൊളിച്ചതിൽ നിയോജകമണ്ഡലം ഭാരവാഹികൾക്ക് അതൃപ്തിയുണ്ട്. തങ്ങളുടെ അറിവോടെയാണ് ഫ്ലക്സ് സ്ഥാപിച്ചതെങ്കിലും അതിൽ ഉത്തരവാദിത്തപ്പെട്ട സമിതികളുടെയൊന്നും പേരില്ലാത്തതിനാൽ പരസ്യമായി പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഫ്ലക്സ് സൂചിപ്പിക്കുന്ന വിഷയത്തിലും നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് അനുഭാവമുള്ളതായി അറിയുന്നു. പേപ്പർ മില്ലുമായി ബന്ധപ്പെട്ട ഭൂമി തട്ടിപ്പിൽ KPCC ഭാരവാഹിക്ക് പങ്കുണ്ടെന്ന അരക്കിട്ടുറപ്പിച്ച വിശ്വാസത്തിലാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ ഇത് ചോദ്യം ചെയ്യാനോ പരസ്യമായി എതിർക്കാനോ നിലവിലുള്ള സംഘടനാ സംവിധാനം അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് എല്ലാവരുടെയും അറിവോടെ ഫ്ലക്സ് വെച്ചതത്രേ. അതേസമയം ഫ്ലക്സ് നീക്കം ചെയ്യുന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പുനലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ വർഗീസിനുമേൽ ആരോപണ വിധേയനായ KPCC ഭാരവാഹിയുടെയും സംഘത്തിന്റെയും ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നുവത്രേ. ഫ്ലക്സ് ചവിട്ടിപ്പൊളിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നടപടി KPCC ഭാരവാഹിക്കുമേലുള്ള ആരോപണം ശരിവയ്ക്കുന്നതാണ് എന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ഫ്ലക്സ് വെച്ച യൂത്ത് കോൺഗ്രസ് തന്നെ അത് ചവിട്ടിക്കീറിയതോടെ പേപ്പർ മിൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം KPCC ഭാരവാഹിയിലേക്ക് മാത്രമായി ചുരുങ്ങിയതിന്റെ നിരാശയിലാണ് പ്രവർത്തകർ. നേതാക്കളുടെ അതിബുദ്ധി CPM നേതാവിനെ തത്കാലം രക്ഷപ്പെടുത്തിയെന്നാണ് പ്രവർത്തകരുടെ പരിഭവം. ഇതാണോ തൊഴിലാളി സ്നേഹം എന്ന വാചകം ഉൾപ്പെടുത്തിയുള്ള കാർട്ടൂണാണ് ഫ്ലക്സിലെ കുന്തമുന. ട്രേഡ് യൂണിയൻ നേതാക്കളെ ഒറ്റപ്പെടുത്തുക എന്ന് ഫ്ലക്സ് ബോർഡിൽ രേഖപ്പെടുത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഉന്നം വെച്ചത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയും KPCC ഭാരവാഹിയെയും ആയിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ ബോർഡ് ചവിട്ടിപ്പൊളിച്ച് നീക്കം ചെയ്തത് ആരോപണം KPCC ഭാരവാഹി ഒറ്റക്കേറ്റെടുത്ത ഫലമാണ് ചെയ്തത്. ഫ്ലക്സ് ബോർഡ് കൊള്ളേണ്ടടുത്ത് കൊണ്ടതിന്റെ ചാരിതാർത്ഥ്യം ഉണ്ടെങ്കിലും ആരോപണം ഇതോടെ KPCC ഭാരവാഹിയിലേക്ക് മാത്രമായി ചുരുങ്ങിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിരാശയിലാഴ്ത്തി. CPM
നേതാവിന് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാതെ തലയൂരാവുന്ന സ്ഥിതിയും ഉണ്ടായി. ഇനിയിപ്പോൾ CPM ഈ വിഷയം ഏറ്റെടുത്ത് KPCC ഭാരവാഹിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന പ്രതീക്ഷയും യൂത്ത് കോൺഗ്രസിനില്ല. വിഷയത്തിൽ നേതാക്കന്മാരുടെ നേർക്കുള്ള ആരോപണം അധികം പേരറിയാതെ മുഖം രക്ഷിക്കാനാവും മേൽഘടകങ്ങളും ശ്രമിക്കുക. മിണ്ടാതിരുന്ന് തലയൂരാൻ CPMന് അവസരം കൊടുത്തത് ബോർഡ് എടുത്തുമാറ്റുകയും ചവിട്ടിപ്പൊളിക്കുകയും ചെയ്ത നേതാക്കന്മാരുടെ അതിബുദ്ധിയാണെന്നും യൂത്ത് കോൺഗ്രസിനുള്ളിൽ ആക്ഷേപമുയരുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കോടതിയുടെ ഇടപെടൽ മൂലമാണ് +2 അധിക ബാച്ചുകളുടെ കാര്യം അനിശ്ചിതത്വത്തിലായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. കടയ്ക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഈ വർഷം +2 ലഭിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് PTA പ്രസിഡന്റ് വളരെ വികാരഭരിതനായിട്ട് സംസാരിച്ചു. ഞാൻ ആ വികാരത്തോട് ഞങ്ങൾ പൂർണ്ണമായും യോജിക്കുകയാണ്. പക്ഷെ അത് ആരുടെയും കുറ്റം കൊണ്ട് വന്നതല്ല. ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ആ കാര്യങ്ങളിൽ കോടതിയുടെ ഇടപെടലുകൾ, പല കോണുകളിൽ നിന്ന് വന്നിട്ടുള്ള കോടതിയുടെ ഇടപെടലുകളാണ് പ്രയാസങ്ങളുണ്ടാകും. ഈ എറണാകുളത്ത് നിന്ന് തെക്കോട്ടുള്ള ജില്ലകളിൽ ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി കൊടുക്കുന്ന ആ ഒരു ഒരു തീരുമാനം മാത്രം മതി, അഡീഷണൽ ബാച്ചുകൾ കൊടുക്കേണ്ടതില്ല എന്നുള്ള കോടതിയുടെ തീരുമാനമാണ് നമുക്ക് ഈ പ്രദേശങ്ങളിൽ, ഈ ജില്ലകളിൽ അഡീഷണൽ ബാച്ചുകൾ കൊടുക്കാൻ കഴിയാതെ പോകും. ഏതായാലും ഗവൺമെൻറ് അത് അവസാനിപ്പിച്ചിട്ടില്ല. അടുത്ത അധ്യയന വർഷമാകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് കുട്ടികൾക്ക് അഡ്മിഷന് പ്രയാസമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് അതിൻ്റേതായ രീതിയിൽ തന്നെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകൊണ്ട് ബാച്ചുകൾ അനുവദിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുക്കുന്നതാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലാത്ത പഞ്ചായത്തുകളിലും കോളേജുകൾ ഇല്ലാത്ത നിയോജക മണ്ഡലങ്ങളിലും പുതുതായി അവ തുടങ്ങുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ അധിക ബാച്ച് ആരംഭിക്കുന്നതിന് സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ സ്കൂളുകളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തുന്നുണ്ട്. സ്കൂളുകളുടെ ഭൌതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് പഠിക്കാനാവശ്യമായ എല്ലാ സൌകര്യം ഒരുക്കുന്നതിനും സർക്കാർ നടത്തുന്ന ശ്രമമാണ് ഇതിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ സർക്കാർ സ്കൂളുകൾ തേടി കുട്ടികൾ വരുന്നത്, പണ്ട് സർക്കാർ സ്കൂളുകൾ ഉപേക്ഷിച്ച് എയ്ഡഡ് മേഖലയിലേക്കും അൺഎയ്ഡഡ് മേഖലയിലേക്കുമാണ് പോയിരുന്നതെങ്കിൽ ഇന്ന് സർക്കാർ മേഖലയിലേക്ക് കുട്ടികൾ തിരിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടായ്മയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുല്ലക്കര രത്നാകരൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് V. സുബ്ബലാൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ശിവദാസൻ പിള്ള, കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലത, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ S. ആനന്ദകുസുമം, അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ S. ഗോപകുമാർ, ലതിക വിദ്യാധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം S. സന്ധ്യ, പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കാറിലെത്തിയ സംഘം വീട്ടമ്മയെ ആക്രമിച്ചതായി പരാതി. തടയാനെത്തിയ അയൽവാസികളെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ പരിധിയെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം കാരണം കൊട്ടാരക്കര പോലീസ് കേസെടുക്കാൻ വൈകിയതായും ആരോപണം. തലച്ചിറ കോക്കാട്ടാണ് സംഭവം. കോക്കാട് സലീല മൻസിലിൽ ലൈല സുലൈമാൻ, സമീപവാസികളായ സന്തോഷ് ഭവനിൽ സന്തോഷ്, ചെറുപ്പാളക്കുഴി കിഴക്കേക്കര വീട്ടിൽ സുരേന്ദ്രൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ലൈലയുടെ വീട്ടിൽ മകനെയും ഭർത്താവിനെയും അന്വേഷിച്ച് കാറിലെത്തിയ സംഘത്തിലെ സിദ്ദിഖ് എന്നയാൾ വീട്ടിൽ തനിച്ചായിരുന്ന ലൈലയെ മർദ്ദിച്ചു. ബഹളം കേട്ടെത്തിയ അയൽവാസികളായ സന്തോഷും സുരേന്ദ്രനും അക്രമിയെ പിന്തിരിപ്പിച്ചു. തുടർന്ന് കാറിൽ കയറിയ സംഘം സുരേന്ദ്രനെയും സന്തോഷിനെയും ഇടിച്ചു തെറിപ്പിച്ചാണ് രക്ഷപ്പെട്ടത്. വാഹനത്തിൽ കുടുങ്ങിയ സുരേന്ദ്രനെ 100 മീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇതേ തുടർന്ന് സുരേന്ദ്രന്റെ കാലിൽ ഒടിവുണ്ടായി. സന്തോഷിന്റെ വലത് കൈക്കും സാരമായ പരിക്കുണ്ട്. പ്രകോപനമൊന്നുമില്ലാതെയാണ് സംഘം അക്രമം അഴിച്ചുവിട്ടതെന്ന് വീട്ടമ്മ പറയുന്നു. ഞാൻ ചോദിച്ചു, എന്റെ അമ്മയുടെ പ്രായമില്ല, എന്റെ വാടിന് പോടാന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് പറഞ്ഞു, രണ്ടു പറഞ്ഞു വാക്ക് നടക്കുക. ഞാൻ അടുക്കളയോട്ട് കയറിപ്പോയി. കയറിപ്പോയ സമയത്ത് ഈ സിദ്ദീഖ് എന്നോടൊപ്പം അടുക്കളയിലോട്ട് കയറി വന്ന് അവിടെ പിടിയായി. അപ്പോൾ ഞാൻ വിളിച്ചു കൂടി. നാട്ടുകാർ മൊത്തവും ഓടി വന്നു. ആദ്യം വന്നത് സുരയും സന്തോഷമാണ്. അവരുടെ വൈഫും ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ലത്തീഫ ഉണ്ടായിരുന്നു. അവരും കയറി വന്നു. നാട്ടുകാർ മൊത്തം കയറി വന്ന് ബഹളം കേട്ട് വിളിച്ചു പോകാൻ കേട്ട് ആൾക്കാരെല്ലാം വന്നപ്പോഴത്തേക്ക് ഇവന്മാർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്ത്. അപ്പോൾ എൻ്റെ മോൻ്റെ വണ്ടി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കിടന്നതാണ്. അപ്പോഴങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റാതെ വണ്ടി തെക്കോട്ട് ഓടിച്ചു പോവുക ചെയ്തവർ. ആ സമയത്ത് സന്തോഷ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവനെ ഇടിച്ച് മറിച്ചുകൊണ്ട് പോയി. മറ്റേ സുരേന്ന് പറഞ്ഞ ആൾ
വണ്ടിയുടെ സൈഡിൽ പിടിച്ചോണ്ടിരുന്നേ. അയാളെ കൊണ്ടുപോയി അയാളെ തൊങ്ങായി പിടിച്ച് റോഡിലോട്ട് തള്ളി അയാളുടെ കാലിൽ കൂടെ വണ്ടി കയറ്റി കൊണ്ടെന്ന് പോയി. ഇത്രയും നടന്ന സംഭവങ്ങൾ. സംഭവം വിവരിച്ച് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകാൻ ചെന്ന ഇവരോട് സംഭവം നടന്നത് തങ്ങളുടെ പരിധിയിലല്ലെന്ന് പറഞ്ഞ് കൊട്ടാരക്കര പോലീസ് തലയൂരി. തുടർന്ന് കുന്നിക്കോട് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചെങ്കിലും സംഭവം നടന്നത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് അറിയിച്ച് കേസ് കൊട്ടാരക്കര സ്റ്റേഷനിലേക്ക് റഫർ ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ലെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സംഭവത്തിൽ പരാതി നൽകിയെന്നറിഞ്ഞ അക്രമി സംഘം 5 ലക്ഷം രൂപ പ്രതിഫലം നൽകാമെന്നറിയിച്ച് കേസ് പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയതായും അക്രമി സംഘം നിരന്തരമായി ഭീഷണി ഉയർത്തുകയാണെന്നും കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മക്കളും കൊച്ചുമക്കളുമായ ഒരു സ്ത്രീ വീടിന്റെ കണ്ടു നിന്നപ്പോഴത്തേക്ക് ഇതുപോലെ വെള്ളമടിച്ചിട്ട് തോന്നുവാസം കാണിച്ചവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം പിന്നെ ഒറ്റ ഒരു ആശ്രയമുള്ളൂ, നിങ്ങളെപ്പോലുള്ള മീഡിയാസ് മാത്രം. നിങ്ങളെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നേരിടാൻ പോകുന്നില്ല. എന്തോരം ജാമ്യം എടുത്തിട്ട് ഇപ്പം വന്നോടനെ അവൻ പറഞ്ഞതാ അവന്മാർ എന്താണ് കള്ളക്കേസിൽ കൊടുത്ത് ഞങ്ങളെ പിന്നെ അകത്താക്കി. ഒരു കാരണവശാലും ഞാനകത്ത് പോകാൻ പോകുന്നില്ല. എനിക്ക് ഇഷ്ടംപോലെ കാശുണ്ട്. ഞാൻ ഇനിയും തോന്നാസം കാണിക്കും. അവന്മാരെന്തോ ചെയ്യും എന്നാ പറയുന്നത്. എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ. രാത്രി ഇറങ്ങും. രാത്രി ഒരു 8 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് അവിടെ കാണാം. 8 മണിക്ക് ശേഷം ഒരു 5-6 ബൈക്കിൽ നേരെ വീട്ടിന് മുകളിൽ അങ്ങോട്ട് പോകും. പെട്ടെന്ന് തിരിച്ചു വരും. ഈ പ്രതി ഒരിക്കലും പിന്നെ വന്നിട്ടില്ല. പ്രതിയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഇയാൾ അനിയനും ഇയാളുടെ റിലേറ്റീവ്സും കാര്യങ്ങളായിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് വന്ന് ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു. ഈ കേസോട് ബന്ധപ്പെട്ട് പലപ്പോഴും വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അക്രമത്തിൽ മർദ്ദനമേറ്റ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സുരേന്ദ്രൻ, സന്തോഷ് എന്നിവർക്കും നീതി ലഭിക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വാനരശല്യത്താൽ പൊറുതിമുട്ടി തലവൂർ മയിലാടുംപാറ അമ്പലനിരപ്പ് പ്രദേശങ്ങൾ. വാനരശല്യം മൂലം ഭക്ഷണം പാകം ചെയ്യാനോ കൃഷി ചെയ്യാനോ പുറത്തിറങ്ങി നടക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. പത്തനാപുരം തലവൂർ മേഖലയിൽപ്പെട്ട മയിലാടുംപാറ അമ്പലനിരപ്പ് പ്രദേശത്തെ ജനങ്ങളും കർഷകരും വാനരന്മാരുടെ ഭീഷണി മൂലം ദുരിതത്തിലാണ്. വാനരന്മാരുടെ ആക്രമണം ഭയന്ന് ഇതുവഴി കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുന്നു. രാവിലെയും വൈകിട്ടും സ്കൂളിലും കോളേജിലും പോകുന്ന വിദ്യാർത്ഥികളും ആക്രമണ ഭീതിയിലാണ്. കാർഷിക മേഖലയായ ഇവിടെ വാനരന്മാരുടെ ശല്യം മൂലം കൃഷി ചെയ്യാനോ വിളവെടുക്കാനോ കഴിയുന്നില്ല. കാർഷിക വിളകളുമായി പ്രദേശത്തുനിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. കാർഷിക വിളവുകളും കടകളിലുള്ള സാധനങ്ങളും എല്ലാം നമ്മൾ പറക്കൊണ്ട് പോവുകയാണ്. എല്ലാം കൂടെ വന്നിട്ട് ഇതിനകത്ത് കയറി എല്ലാം കൃഷിയെ മൊത്തം നശിപ്പിക്കുവാണ്. വെള്ളമൊക്കെ കരിക്കെല്ലാം വലിച്ചു പറിച്ചു, ചീനി നട്ടിരിക്കുന്ന എല്ലാം നശിപ്പിച്ചു. പിന്നെ ചേമ്പ് എല്ലാം എന്തെല്ലാം കൃഷികളുണ്ടോ ഇവിടെ ഉള്ളതെല്ലാം നശിപ്പിക്കുക ഇത് കയറിയെന്ന്. നമുക്കൊന്നും ചെയ്യാനൊക്കുന്നില്ലല്ലോ. അംഗൻവാടികളിലും നഴ്സറികളിലും പഠിക്കുന്ന കൊച്ചുകുട്ടികളുമായി പോകുന്ന രക്ഷിതാക്കൾ ഭയപ്പാടിലാണ്. രാത്രികാലങ്ങളിൽ വീടുകൾക്ക് മുകളിൽ കടന്നുകയറി വാനരക്കൂട്ടം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും പതിവാണ്. കുട്ടികൾക്കോ സ്ത്രീകൾക്കോ സമീപത്തെ കടയിലോ പള്ളിയിലോ അമ്പലത്തിലോ പോകണമെങ്കിലും ആയുധധാരികളായ പുരുഷന്മാരുടെ അകമ്പടി വേണ്ടിവരും. വനമേഖലകളിൽ വസിച്ചിരുന്ന വാനര സംഘങ്ങൾ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇടം തേടിയിരിക്കുകയാണ്. വീടുകളുടെ അടുക്കളയിൽ കടന്ന് ഭക്ഷണം പോലും കുരങ്ങന്മാർ കടത്തിക്കൊണ്ടുപോകുന്നു. അയയിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങൾ വാനരന്മാർ മോഷ്ടിക്കുന്നതും പതിവാണ്. ആദ്യം ഒരു കുരങ്ങ് വന്നു, പിന്നീട് അത് ഇന്നാണ് ഏറ്റവും കൂടുതൽ കുരങ്ങുകൾ നാശം കാണിച്ചിരിക്കുന്നത്. അതേപോലെ കുറെ നാളുകളുണ്ട് ഇവിടുത്തെ കൃഷികളും ഒക്കെ നശിപ്പിക്കുക. ഞങ്ങൾ ഇവിടുത്തെ വെള്ളക്കൊക്കെ നശിപ്പിച്ചു, അതുപോലെ ഓമയൊക്കെ നശിപ്പിച്ചു. അടുക്കള കയറി ആഹാരങ്ങൾ എടുത്തുകൊണ്ട് പോവുക. വീട്ടിൽ കിടന്ന് ഉറങ്ങുക, പെരയുടെ മണ്ടേ കിടന്നങ്ങ് ചാടുക, ഭയങ്കര ചാട്ടം. പുളികളെല്ലാം പറിച്ചുകള എന്നെന്ന് പറയണ്ട, അല്ല തെങ്ങ് മൊത്തം നശിപ്പിച്ചു. കൃഷികളെല്ലാം പിഴുത്, ചീനിയെല്ലാം പിഴുത് കളയുക. വേലക്കാരെ നിർത്തി അന്യായം പൈസ കൊടുത്ത് കൃഷി ചെയ്തിരുന്നത് അത് മൊത്തം പിഴുത് നശിപ്പിച്ച് കളയുക. അങ്ങനെ ജീവിക്കും മനുഷ്യർ. വനംവകുപ്പിന്റെ സഹായത്തോടെ ഈ മേഖലയിൽ ഇരുമ്പ് കൂടുകൊണ്ടുള്ള കെണി ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. കുരങ്ങന്മാരെ നാടുകടത്തി കാട്ടിലാക്കണമെന്നും ജനജീവിതം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അതിന് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. ഇനിയിപ്പോ ഞങ്ങൾ ഒപ്പിട്ട ഒരു പരാതി വനവകുപ്പിന് കൊടുക്കാൻ പോവാണ്. ഭയങ്കര ശല്യമാണ്. എന്തെങ്കിലും വനവകുപ്പ് ഇടപെട്ടത് പരിഹരിക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മലയിൽ ഡാം റോഡിന്റെ തകർന്ന ഭാഗം അറ്റകുറ്റപ്പണി നടത്താനെത്തിയ കരാറുകാരനെയും തൊഴിലാളികളെയും പഞ്ചായത്ത് അംഗവും സംഘവും തടഞ്ഞതായി ആരോപണം. ഇതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗതാഗത സൌകര്യം ഒരുക്കുന്നതിനായാണ് റോഡിലെ കുഴികളടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായത്. എന്നാൽ ഈ ഭാഗത്ത് ടാറിംഗ് നടത്തിയാൽ നിലനിൽക്കില്ലെന്ന കാരണത്താൽ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് അംഗവും സംഘവും പണികൾ തടഞ്ഞത്. എന്നാൽ മണ്ഡലകാലം ആരംഭിക്കുന്നതോടെ റോഡിലുണ്ടാകുന്ന ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ തുക വകയിരുത്തിയിരിക്കുന്നതെന്നും കോൺക്രീറ്റ് ചെയ്യുന്നതിനായി തുക വകയിരുത്തിയിട്ടില്ല എന്നുമാണ് പൊതുമരാമത്ത് അധികൃതർ പറയുന്നത്. റോഡ് നിർമ്മാണത്തിന് ജനപ്രതിനിധികളുടെ പൂർണ്ണ സഹായവും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.
പത്തനാപുരം ഗാന്ധി ഭവനിൽ അന്തേവാസികളുടെ സ്നേഹഗ്രാമ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. സൗഹൃദ മുന്നണി അധികാരം പിടിച്ചു. വിജയലക്ഷ്മിയാണ് പ്രസിഡന്റ്. അപൂർവങ്ങളിൽ അപൂർവമായ തെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങിയാണ് പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്തിൽ സൌഹൃദ മുന്നണി വീണ്ടും അധികാരത്തിലേറിയത്. ആകെയുള്ള 7 വാർഡുകളിൽ മുഴുവനും തൂത്തുവാരിയാണ് പ്രാവടയാളത്തിൽ മത്സരിച്ച സൌഹൃദ മുന്നണി സ്ഥാനാർത്ഥികൾ വെന്നിക്കൊടി നാട്ടിയത്. ലോകത്ത് ഒരു അഭയകേന്ദ്രത്തിലും കാണാത്ത സവിശേഷതയായ ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10 വർഷമായി ഇവിടെയുള്ള അന്തേവാസികൾ പങ്കാളികളാണ്. അന്തേവാസികൾ മത്സരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യും. 7 വാർഡുകളിലായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം 15 പേരാണ് മത്സരിച്ചത്. ജനകീയ മുന്നണി എന്ന പാനലിലും 7 പേർ മത്സരിച്ചിരുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് രാവിലെ 10 മണിക്ക് അവസാനിച്ചു. 12 മണിക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഫലപ്രഖ്യാപനവും നടത്തി. സൌഹൃദ മുന്നണി നേതാവായ വിജയലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി വീണ്ടും ഐക്യകണ്ഠ്യേന തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി കടക്കൽ ബാലചന്ദ്രനെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തങ്കപ്പൻ പിള്ളയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് വിജയലക്ഷ്മിയെയും മറ്റംഗങ്ങളെയും ഹാരാർപ്പണം നടത്തിയും നോട്ടുമാലകൾ അണിയിച്ചും മധുരം വിതറിയും ഗാന്ധിഭവൻ അന്തേവാസികളും സ്റ്റാഫ് അംഗങ്ങളും വിജയം ആഘോഷിച്ചു. വൻ ഘോഷയാത്രയായി വിജയികളും സ്റ്റാഫ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഗാന്ധിഭവൻ പരിസരത്ത് ആഘോഷം പങ്കുവച്ചു. മുൻ MLA കെ ദിവാകരൻ, പഴയകാല ചലച്ചിത്ര നടി പാലാ തങ്കം, മുംബൈയിലെ മലയാളി വ്യവസായ പ്രമുഖനായിരുന്ന മന്ന നാരായണനടക്കം 600ഓളം പേർ വോട്ട് രേഖപ്പെടുത്തി. കിടപ്പ് രോഗികളും ബുദ്ധിമാന്ദ്യമുള്ളവരും കുട്ടികളുമടക്കം 350ഓളം പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാർ ക്യൂ തീർക്കുകയായിരുന്നു. ഒക്ടോബർ 2-ന് പഞ്ചായത്ത് ഭരണസമിതി അധികാരമേൽക്കും. ഓരോ 5 മിനിറ്റിലും തെരഞ്ഞെടുപ്പ് നിലവാരം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് ഗാന്ധിഭവൻ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രതീതിയായിരുന്നു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയകൾക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വിജയൻ അമ്പാടി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ പേപ്പർ മില്ലിന്റെ ഭൂമി തട്ടിയെടുത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കൈമാറാൻ കൂട്ടുനിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ലക്സ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചവിട്ടിപ്പൊളിച്ചു. സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് 2 തട്ടിൽ. ഫ്ലക്സിന്റെ ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തില്ല. ഫ്ലക്സ് കീറിയതോടെ ഭൂമി തട്ടിപ്പ് ആരോപണം KPCC ഭാരവാഹിക്കെതിരെ മാത്രമായി ഒതുങ്ങിയെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് തലയുരാൻ അവസരമൊരുങ്ങിയെന്നും യൂത്ത് കോൺഗ്രസ്. കോടതിയുടെ ഇടപെടൽ മൂലമാണ് +2 അധിക ബാച്ചുകളുടെ കാര്യം അനിശ്ചിതത്വത്തിലായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. അടുത്ത വർഷം അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി. കാറിലെത്തിയ സംഘം വീട്ടമ്മയെ ആക്രമിച്ചതായി പരാതി. തടയാനെത്തിയ അയൽവാസികളെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ പരിധിയെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം മൂലം കൊട്ടാരക്കര പോലീസ് കേസെടുക്കാൻ വൈകിയതായി ആരോപണം. കുടുംബത്തിനു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം തുടരുന്നു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.